നമസ്തേ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ തലമുടി കൊഴിയാതിരിക്കാനും വളരാനുമുള്ളൊരു ചെറിയ ടിപ്പാണ്. ഈസി ആയിട്ട് ചെയ്യാം. നമ്മൾ ചൂട് കഞ്ഞിവെള്ളം അങ്ങോട്ട് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് തേയില ഇടുക. പിന്നെ എടുക്കുന്ന എമൗണ്ട് അനുസരിച്ച് നമുക്ക് കുറച്ച് ദിവസത്തേക്ക് സൂക്ഷിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ സ്വല്പം കൂടുതൽ ഒരു ഗ്ലാസ് എടുക്കുക. എന്നിട്ട് അതിൽ ഒരു സവാള അരിഞ്ഞ് അതും അതിനകത്ത് ഇടണം. സവാള അരിഞ്ഞിട്ട് ഒരു സ്വല്പം ബീറ്റ്റൂട്ടും കൂടെ അരിഞ്ഞിട്ടാലും നല്ലതാണ്. അത് ഇത്രയും ചെറിയൊരു ടിപ്പാണിപ്പം ഇത് പറയുന്നത്, ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ്. നമ്മൾ കഞ്ഞി വാർക്കുമ്പോൾ ആ കഞ്ഞി വെള്ളത്തിനകത്തോട്ട് ഈ തേയില വന്നിട്ടിട്ട് ഈ ബീറ്റ്റൂട്ടും കൂടെ അങ്ങോട്ടിട്ട് ആ സവാള അരിഞ്ഞ് അതിലങ്ങോട്ടിട്ട് നമ്മൾ ഒന്നുകൂടെ വേറൊരു പാത്രത്തിൽ വെച്ച് നല്ലപോലെ ഒന്ന് ബോയിൽ ചെയ്യുക. ഒന്നുകൂടെ നല്ലപോലെ തിളയ്ക്കണം. തിളച്ചതിൻ്റെ എസൻസ് മുഴുവൻ ആ തേയിലയുടെ എല്ലാം എസൻസ് ഇതിൽ ലയിച്ച് ചേരണം ഈ കഞ്ഞിവെള്ളത്തിനകത്ത്. എന്നിട്ട് എന്ത് ചെയ്യണം, അതൊന്ന് തണുക്കാനായിട്ട് തണുക്കുന്നതിന് നമ്മളൊന്ന് അരിച്ചൊരു പാത്രത്തിലോട്ട് ആക്കി സൂക്ഷിച്ച് വയ്ക്കുക. തണുത്ത് കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ നമ്മൾ കുളിക്കുമ്പോൾ അതിൽ സ്വല്പം എടുത്ത് താളി പോലെ തലയിൽ തേച്ച് കഴിഞ്ഞാൽ അന്നേരം തന്നെ കഴുകിക്കളയാൻ പറ്റും. കുളിക്കുമല്ലേ, ആ തലയിൽ വെള്ളം ഒഴിക്കുമ്പം അത് കഴുകിക്കളയാമല്ലോ. അങ്ങനെ ചെറിയ രീതിയിൽ എളുപ്പമുള്ളൊരു ടിപ്പാണ്. കാരണം ഈസിയാണ്. നമ്മൾ കഞ്ഞിവെള്ളം ഊറ്റുമ്പോൾ തിളച്ച കഞ്ഞിവെള്ളത്തിൽ ഈ തേയിലപ്പൊടി അങ്ങോട്ടിട്ട് സവാള അങ്ങോട്ട് അരിഞ്ഞിട്ട് സ്വല്പം ബീറ്റ്റൂട്ടിൻ്റെ പീസും കൂടെ അരിഞ്ഞിട്ടിട്ട് ഒന്നുകൂടെ തിളപ്പിച്ച് ഒന്ന് അരിച്ചെടുത്ത് ആറിച്ചിട്ട് തലയിൽ തേക്കുക. അത്രയേ ഉള്ളൂ, ഈസിയാണ്. നമുക്കതൊരു വലിയൊരു പണിയൊന്നുമില്ല. കുറച്ചൊരു പാത്രത്തിലാക്കി ടിന്നകത്താക്കി ഫ്രിഡ്ജിൽ നമുക്ക് എപ്പോഴും സൂക്ഷിക്കാം. ദിവസവും രാവിലെ കുളിക്കുന്നതിന് മുമ്പേ അതെടുത്ത് തലയിൽ തേക്കാം. അപ്പോൾ എനിക്ക് ക്യാൻസർ വന്ന് കീമോ ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ കീമോ ആയപ്പോൾ ഒരുപാട് തലമുടി ഉണ്ടായിരുന്നു. കംപ്ലീറ്റ് തലമുടി അങ്ങ് പൊഴിഞ്ഞു പോയി. പിറ്റേ ദിവസം എഴുന്നേറ്റ് നോക്കുമ്പോൾ തലയിൽ ഒറ്റ തലമുടിയില്ല, എല്ലാം പൊഴിഞ്ഞ് കട്ടിലേ കിടപ്പുണ്ട്, ഊരി മുഴുവൻ കൂടെ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ആദ്യം ഒന്ന് വിഷമിച്ചെങ്കിലും പിന്നെ ഞാൻ വിചാരിച്ചു എന്താണെന്ന് അറിയാമോ, നമ്മൾ ഈ ശരീരം നമ്മുടേതല്ല, നാം തന്നെ നമ്മുടേതല്ല, ഇതെല്ലാം ഭഗവാന്റെ. അപ്പോൾ അവിടുന്ന് ഭഗവതി അമ്മയുടെ അവിടുന്ന് എന്താണ് തീരുമാനിച്ചിരിക്കുന്നത് അത് തന്നെ. കാരണം ഒരു ഭക്തനെ എപ്പോഴും വളരെയധികം മനുഷ്യരെ ദുഷിക്കും എന്നുള്ള പ്രത്യേകം കലികാലത്ത് വർണ്ണനയ്ക്കകത്ത് പ്രത്യേകം നമ്മുടെ ഭാഗവതി പറഞ്ഞിട്ടുണ്ട്. അവരെ വളരെ അതെന്നെ മുഴുവൻ തരണം ചെയ്ത് ആര് ജീവിക്കുന്നുവോ അവരാണ് എൻ്റെ ഭക്തൻ. ഭഗവത്ഗീതയും പറഞ്ഞിട്ടുണ്ട്. അന്യ ആക്ഷേപാദികളും സഹിച്ച് സമബുദ്ധ്യ എന്നുള്ള പ്രത്യേകം നമ്മുടെ പുരാണങ്ങളിലെല്ലാം വീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ചിന്തിച്ച് കഴിയുമ്പോൾ വിചാരിച്ചു, ശരി, അപ്പോൾ അവിടുത്തെ ഇഷ്ടമാണ്, നമ്മുടെ ഇഷ്ടമല്ലല്ലോ. അപ്പോൾ ശരി, എൻ്റെ മകൻ മരിച്ചുപോയി, മൂത്ത മകൻ മരിച്ചു പോയപ്പം ഒരുപാട് വിഷമിച്ചു കഴിഞ്ഞപ്പം സ്വന്തം മകനാണ്, അതും മൂത്ത മകന് മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് താങ്ങാൻ ഒരു അമ്മയെക്കൊണ്ടും സാധിക്കത്തില്ല. പിന്നെ നമ്മൾ ജീവിച്ചിരിക്കുന്നുവല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും, എന്തിനാണ് ജീവിക്കുന്നത്. എങ്കിലും ഭഗവാൻ അപ്പം ഞാൻ പിന്നെ അവസാനത്തെ എൻ്റെ പോയിന്റിലെത്തി. മക്കളും ഈ സമ്പത്തും നമ്മളും ഈ കാണുന്നതൊന്നും നമ്മുടേതല്ലാത്തതിന് വേണ്ടി പിന്നെ നമ്മൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. നമ്മുടേതെന്ന് പറയാൻ ഇവിടെ ഉള്ളത് ഭഗവാനും ഭഗവതിയമ്മയും മാത്രമേ ഉള്ളൂ ഈ പ്രപഞ്ചത്തിൽ. അങ്ങനെ ആ ഒരു സത്യം ആര് മനസ്സിലാക്കുന്നുണ്ടോ അവർ ജീവിതത്തിൽ വിജയിക്കും. പിന്നെ നമ്മുടെ വീട്, നമ്മുടെ ശരീരം, നമ്മുടെ സ്വത്ത്, ഇതൊക്കെയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ദുഃഖം മാത്രമേ ഉണ്ടാവുള്ളൂ. എൻ്റേതെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാം ദുഃഖമാണ്. അപ്പോൾ എൻ്റേതായിട്ടൊന്നും ഇല്ല, എല്ലാം അവിടുത്തേതാണെന്ന്. അപ്പം അങ്ങനെ ഞാൻ വിചാരിച്ചു, എന്നെ ഇവിടെ 1-2 പാർട്ടികൾ മൊട്ടച്ചിയെന്ന് തന്നെ വിളിച്ചു. സത്യം പറഞ്ഞാൽ ആദ്യം കേട്ടപ്പോൾ അതും വിളിച്ചതാരാണെന്ന് ചോദിച്ചാൽ കാല് തളന്തി കിടക്കുന്ന, എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത ഒരു പാർട്ടി നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ അപ്പുറത്തുണ്ട്. അവർ പതുക്കെ നിരങ്ങി വന്നവിടെ. അപ്പോൾ ആ പാർട്ടി ചോദിച്ചു, ആരാണ് ആ മൊട്ടച്ചി അവിടെ നിൽക്കുന്നതെന്ന്. ഞാനപ്പം ചോദിച്ചു, ആരാ അവിടെ ഒരു തളന്തരം അവിടെ കിടക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. പിന്നെ
പുള്ളി അതിന് മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ വിചാരിച്ചു കൂടി പോയോ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു എനിക്കറിഞ്ഞുകൂടാ, എൻ്റെ നാക്കിൽ അങ്ങനെ അങ്ങ് വന്നുപോയി. കാരണം നമ്മൾ ആരോടും ഒരിക്കലും ഒരു വിഷമം വരുന്ന ഒരു വാക്ക് ഉച്ചരിക്കാൻ പാടില്ല. മറ്റുള്ളവർക്ക് ഒരു സന്തോഷം വരുന്ന വാക്ക് മാത്രമേ നമ്മുടെ ഈ നാക്കുകൊണ്ട് ഉച്ചരിക്കാവൂ. അതാണ് കലികാലത്തിലെ ഖഡ്ഗം എന്ന് പറയുന്നത് നമ്മുടെ നാക്കാണ്. ആ നാക്കിന് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് എന്താ അറിയോ? അധരം മധുരം വദനം മധുരം, മുഴുവൻ മധുരമാണ് പറഞ്ഞിരിക്കുന്നത്. സർവ്വതും മധുരമാണ്. അപ്പം മധുരാധിപതി അഖിലം മധുരം. അപ്പം ആ മധുരത്തിൽ തന്നെ നമ്മൾ ആ നാക്കിൻ്റെ ആ മാധുര്യമായിട്ടുള്ള വചനങ്ങൾ, ആ വാക്കുകളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലായി. അപ്പം ഞാൻ വിചാരിച്ച ആയിക്കോട്ടെ. പിന്നെ ഞാൻ ഓർത്തു ശരി, എന്തായാലും ഭഗവാൻ തന്നെ. അപ്പോൾ എൻ്റെ പണ്ടൊരു ഗ്രഹവൈദ്യം എന്നൊരു ബുക്ക് എനിക്ക് റെഫർ ചെയ്താൽ കിട്ടി. പണ്ടത്തെ ഒരുപാട് പഴക്കം ചെന്ന്. അപ്പോൾ ആ ബുക്കിനകത്ത് നോക്കിയപ്പോൾ ഇങ്ങനെ എനിക്കൊരു ടിപ്പ് കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു പണ്ട് ഞാനിത് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ ശരി എങ്കിലതങ്ങ് ചെയ്തേക്കാം. അപ്പം ഇതിങ്ങനെ ചെയ്തു. ദിവസവും ഇപ്പോഴും ഞാനിങ്ങനെ തന്നെ ഒരു ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് ഇങ്ങനെ തല തേക്കാനായിട്ട്. അപ്പോൾ അതെടുത്ത് രാവിലെ കുളിക്കുമ്പോൾ സ്വല്പം എടുത്ത് കൈ തേച്ച് അങ്ങനെയാണ് കുളിക്കുന്നത്. അപ്പോൾ അത് പിന്നീട് എനിക്ക് തലമുടി പതുക്കെ വളരാൻ തുടങ്ങി. നല്ലപോലെ കുറേശ്ശെ നല്ലതായിട്ട് വളർന്നു. ഇപ്പോൾ ഇത്രയും തലമുടിയായി സത്യം പറഞ്ഞാൽ. അപ്പോൾ എനിക്ക് തന്നെ അതിശയമാണ്. പിന്നെ വേറെ ഇനിയും ഇത് എല്ലാവർക്കും ഇത് പരീക്ഷിച്ച് നോക്കാം, എല്ലാവരും ഉപയോഗിക്കാം. എല്ലാവർക്കും അതുപോലെ സന്തോഷം ഉണ്ടാവട്ടെ. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇനി അടുത്ത ഒരു ടിപ്പുമായിട്ട് ഞാൻ പിന്നീട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. എല്ലാവർക്കും നമസ്കാരം, നന്ദി.